വിറക് വെട്ടുകാരും വെള്ളം കോരലുകാരും എല്ലാം എക്കാലവും ആ പണി തന്നെ ചെയ്താൽ മതി. തങ്ങൾ ആർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുവോ അവരൊക്കെ ഭരണത്തിൽ വരുന്നു, മന്ത്രിയാകുന്നു, എല്ലാം ആകുന്നു എന്ന് വിചാരിച്ച് പ്രവർത്തകർക്കൊരു പ്രയോജനവുമില്ല. അതിവിടുത്തെ ഇടത് വലത് മുന്നണികളും അവരുടെ നേതാക്കന്മാരും അവരിൽ നിന്ന് മന്ത്രിമാരാകുന്നവരുമെല്ലാം നന്നായിട്ട് തെളിയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ശ്രീമതി ടീച്ചർ അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായിരുന്നു. ടീച്ചറിൻ്റെ സ്റ്റാഫിലേക്ക് എടുത്തത് ആരെന്നറിയാമോ? സ്വന്തം മരുമകളെ. മരുമകളാകുമ്പോൾ 5 പൈസ ചെലവില്ല, ഏതായാലും മന്ത്രിമന്ദിരത്തിൽ കൂടെ താമസിപ്പിക്കാം. ആ മരുമകൾക്ക് കൊടുക്കേണ്ടി വരുന്ന ശമ്പളം കുടുംബത്തേക്കും വരാം. അങ്ങനെ മന്ത്രിയുടെ ശമ്പളവും സ്റ്റാഫിൻ്റെ ശമ്പളവും കുടുംബത്തേക്ക് തന്നെ വരുത്തത്തക്ക തരത്തിലുള്ള ഒരു സംവിധാനമായിരുന്നു ശ്രീമതി ടീച്ചർ അവലംബിച്ചത്. അതിനെതിരെ അച്യുതാനന്ദൻ ഒന്നും പറഞ്ഞില്ല, പാർട്ടി ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം, കഷ്ടപ്പെട്ട സഖാക്കളിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും ഒരു സഖാവിന് ആ പണി കൊടുത്തൂടെ? അല്ലെങ്കിൽ സഖാത്തിക്ക് കൊടുത്തൂടെ? അത് സാധ്യമല്ല. കാരണം അവരൊക്കെ എന്നും അവരുടെ പണി തന്നെ ചെയ്താൽ മതി. നമ്മൾ വിചാരിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രം ഒരു തകരാറായിരിക്കുമെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോഴിതാ സണ്ണി ജോസഫ് എന്ന് പറയുന്ന നമ്മുടെ വിദ്യുത് ശക്തി മന്ത്രി, അദ്ദേഹം തൻ്റെ സ്റ്റാഫിലേക്ക് എടുത്തത് സഹോദരി ഭർത്താവിനെയാണ്. സഹോദരിയുടെ ഭർത്താവുമ്പം സ്വന്തം കുടുംബത്തിലേക്ക് തന്നെ ഭർത്താവിന് കിട്ടുന്നതെല്ലാം എത്തിച്ചേരും, സഹോദരിക്ക് എത്തിച്ചേരും. താൻ മന്ത്രിയായതിൻ്റെ പ്രയോജനം സഹോദരിക്കും സഹോദരിയുടെ ഭർത്താവിനും കുടുംബത്തിനുമൊക്കെ ഉണ്ടാകും. അതാണല്ലോ ആദ്യം ബലപ്പെടുത്തുകയും നന്നാകുകയൊക്കെ ചെയ്യേണ്ടത്. സണ്ണി ജോസഫ് തൻ്റെ പ്രവർത്തന വൈഭവം കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ ഒന്നും അല്ല ഇങ്ങനെ മന്ത്രിയായതെന്ന് നമുക്കറിയാം. കാത്തലിക് സഭയുടെ സമ്മർദ്ദം മൂലം അദ്ദേഹം KPCC പ്രസിഡന്റ് ആകുന്നു. അതിനുശേഷം KPCC പ്രസിഡന്റിനെ മന്ത്രിയാക്കാതിരിക്കാനൊക്കില്ലല്ലോ. അങ്ങനെ മന്ത്രിയാകുന്നു. മന്ത്രിയായതിനു ശേഷം സ്റ്റാഫിലേക്ക് സഹോദരിയുടെ ഭർത്താവിനെ എടുക്കുന്നു. അങ്ങനെ കോൺഗ്രസിലും ഇദ്ദേഹത്തിന് വേണ്ടി പണിയെടുത്ത വ്യക്തികൾ, പാവങ്ങൾ, കഷ്ടപ്പെടുന്നവർ, അവരൊക്കെ എന്നും വെള്ളം കോരികളും വിറവ് കെട്ടുകാരുമായിട്ട് തന്നെ തുടരണം. ഇടതായാലും വലതായാലും വ്യത്യാസമൊന്നുമില്ല. രണ്ടും ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങൾ മാത്രം. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഏതായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ സ്റ്റാഫുകളുടെ ശമ്പളം വളരെ വലിയൊരു തുക, എണ്ണം നല്ലൊരു സംഖ്യ. പിന്നെയോ 2 വർഷത്തെ സേവനം കൊണ്ട് ആജീവനാന്തകാലം വരെ പെൻഷൻ. ഏതായാലും അതിനെതിരെ കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. പക്ഷേ സർക്കാരിന് അനുകൂലമായിട്ടായിരുന്നു വിധി, മാറ്റമൊന്നും വന്നില്ല. പക്ഷെ സതീശൻ ഒരു കാര്യം ചെയ്തു. ഇപ്പോൾ 2 വർഷമോ 2.5 വർഷമോ പോരാ, സർവീസ് മിനിമം 4 വർഷമുണ്ടെങ്കിൽ മാത്രമേ പെൻഷന് അർഹത ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒരു മന്ത്രിയുടെ ടൈമിൽ ഇടയ്ക്ക് നിന്നു പോകുന്നില്ല എങ്കിൽ 5 വർഷമാണ്, അതിൽ മിനിമം 4 വർഷമെങ്കിലും വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ പെൻഷൻ കിട്ടൂ എന്നുള്ളതാണ് ഒരു സ്ഥിതിവിശേഷം. അത് ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രവൃത്തിയെയും വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ കുറേ കൂടെ ഭേദമാണെന്ന് നമുക്ക് പറയാം. മറ്റേതിലുള്ള ഒരു അപകടം എന്തായിരുന്നു എന്നറിയാമോ? ഒരു മന്ത്രിക്ക് 2 വർഷത്തേക്ക് അല്ലെ 2.5 വർഷത്തേക്ക് ഒരു സ്റ്റാഫ്, അത് കഴിഞ്ഞ് വിശേഷിക്കുന്ന 2.5 വർഷത്തേക്ക് വേറൊരു സ്റ്റാഫ്. അപ്പോൾ ഒരു മന്ത്രിക്ക് 2 സ്റ്റാഫിൻ്റെ പെൻഷനും കൂടെ കൊടുക്കണമായിരുന്നു. ശമ്പളം എല്ലാ 7 സ്ഥാനം മാറുമ്പോൾ കൊടുക്കണ്ട. പക്ഷേ പെൻഷൻ 2 പേർക്കാണ് പെൻഷൻ കൊടുക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നത്. ആ ഒരു സ്ഥിതിവിശേഷം സതീശൻ്റെ ഈ ഭരണത്തോടുകൂടി, അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനത്തോടുകൂടി അതിന് മാറ്റം വരുത്തിയിരിക്കുന്നു. അതിന് അദ്ദേഹത്തിന് അഭിനന്ദനം അർഹിക്കുകയും ചെയ്യുന്നു, രേഖപ്പെടുത്തുകയും ചെയ്യുന്നു.